വേവ് ഇക്വേഷൻ്റെ വേവ് പ്രൊപ്പഗേഷനും ഫേസർ ഡയഗ്രാമാണ്. ഫേസർ ഡയഗ്രാം അല്ല, സോറി, ഫേസർ ഫോമിലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ വേവ് ഇക്വേഷൻ്റെ ഡിറൈവ് ചെയ്ത ഡെൽ സ്ക്വയർ ഇ ഈക്വൽ ടു മ്യൂ സിഗ്മ ഡോ ഇ ബൈ ഡോ ടി പ്ലസ് മ്യൂ എപ്സിലോൺ ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ. കറസ്പോണ്ടിങ് എച്ചിൻ്റെ വരുന്നേരം ഈയുടെ അവിടെ ഉള്ളിടത്തെല്ലാം എച്ച് റീപ്ലേസ് ചെയ്തേക്കുന്നു, വേറെ ചേഞ്ചൊന്നും ഇല്ല. ഇപ്പം ഇതിനകത്ത് ഫേസർ ഫോമിനായിട്ട് വേണ്ടി കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ സ്പേസാണ് കൺസിഡർ ചെയ്യുന്നത്. ഫ്രീ സ്പേസ് വരുന്നത് എന്താണ്? ചാർജൊന്നുമില്ല, കറണ്ടില്ല, സിഗ്മ ഇല്ല, എപ്സിലോൺ ആറില്ല, യു ആറും ഇല്ല. അപ്പോൾ അത് വരുന്നേരം എന്താണ് നമ്മൾ ഇക്വേഷൻ വരുന്നത്? ഡെൽ സ്ക്വയർ ഈക്വൽ ടു മ്യൂ 0 എപ്സിലോൺ 0 ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ. കറസ്പോണ്ടിങ് എച്ച് മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത് ഈയുടെ അവിടെ എല്ലാം എച്ച്. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഈ എന്ന് പറയുന്നത് എന്താണ്? 3 ഡയറക്ഷൻ എക്സും വൈയും ഇസഡ് ഡയറക്ഷനിലും ഉണ്ട്. അതിൽ വിത്ത് റെസ്പെക്ട് ടു ഇതാണ് എഴുതിയിരിക്കുന്നത്. ഡോ സ്ക്വയർ ഇ എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ ഇ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഇസഡ് സ്ക്വയർ. ഇതെന്ന് പറഞ്ഞാൽ എപ്സിലോൺ 0 ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ. ഇതിൽ നമുക്കറിയാം എക്സും വൈയിൻ്റെ അകത്തും മീൻസ് അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നില്ല ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇസഡിലാണ്. അപ്പോൾ നമുക്ക് ഇത് റീറൈറ്റ് ചെയ്യാൻ എന്താണ്? ഡോ സ്ക്വയർ ഇ ബൈ ഡോ ഇസഡ് സ്ക്വയർ ഈക്വൽ ടു മ്യൂ 0 എപ്സിലോൺ 0 ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ. അതാണ് ഇക്വേഷൻ നമ്പർ 6. ഇതിൽ നിന്ന് ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ബൈ മ്യൂ 0 എപ്സിലോൺ 0 ഇൻറ്റു ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ. നമുക്കറിയാം വെലോസിറ്റി ഓഫ് ലൈറ്റ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ബൈ റൂട്ട് ഓഫ് മ്യൂ 0 എപ്സിലോൺ 0. ഇതാണ് 3 ഇൻറ്റു 10⁸ വരുന്ന സാധനം. അപ്പം ഇതിൻ്റെ സ്ക്വയർ റൂട്ട് മാറ്റണമെങ്കിൽ സ്ക്വയർ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ എന്താണ്? വി സ്ക്വയർ ഈക്വൽ ടു 1 ബൈ എപ്സിലോൺ 0. അതല്ല ഇവിടെ ഇതിനെ നമുക്ക് സി സ്ക്വയർ എന്ന് റീപ്ലേസ് ചെയ്യാമല്ലോ. സി സ്ക്വയർ അല്ല വി സ്ക്വയർ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, കറസ്പോണ്ടിംഗ്ലി മാഗ്നറ്റിക്കിനും നമ്മൾ ഇത് എഴുതുന്നേരം ഡോ സ്ക്വയർ എച്ച് ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു വി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ എച്ച് ബൈ ഡോ ഇസഡ് സ്ക്വയർ. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് അതിൻ്റെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ എക്സും ഇലക്ട്രിക് ഫീൽഡ് എക്സ് ആക്സിസിൽ മാത്രമല്ല പ്രസൻ്റ് ആയിരിക്കണം. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എന്താ? ഡോ സ്ക്വയർ ഇ ബൈ ഡോ ഇസഡ് സ്ക്വയർ ഈക്വൽ ടു നമ്മൾ ഇൻ ടേംസ് ഓഫ് ഇവിടെ എക്സ് എഴുതുന്നത്, എക്സിൻ്റെ ടേം എഴുതുന്നതേ ഉള്ളൂ. എന്നിട്ട് ഇ എക്സ് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇ എക്സ് ഈക്വൽ ടു ഇ എം എന്ന് പറഞ്ഞാൽ മാഗ്നറ്റ്യൂഡ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇ എം ജെ ഒമേഗ ടി. ഈ ഒമേഗ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആംഗുലർ ഫ്രീക്വൻസിയാണ്. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്തേക്കില്ലേ 2 ടൈംസ്. അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നവരുണ്ട്. ഇ എം കോൺസ്റ്റൻ്റ് ആണ്. ഈ ജെ ഒമേഗ ടി ഇതിൻ്റെ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? ജെ ഒമേഗ ടി. അപ്പോൾ അത് ഒരു വട്ടമാണ് ജെ ഒമേഗ ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ ടി. അതിനെ പിന്നെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് എന്താണ്? പിന്നെയും ഒരു ജെ ഒമേഗ വരും. അതാണ് 2 വട്ടം വന്നിട്ടുള്ളത്. കണ്ടോ? നമുക്കറിയാം ജെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണ്, ഇമാജിനറി. അപ്പോൾ അതിന് മൈനസ് ഒമേഗ സ്ക്വയർ ഇ എം ഇ റേസ് ടു ജെ ഒമേഗ ടി. അപ്പോൾ ഇത് തന്നെയല്ലേ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇ എക്സ്. നമുക്കിതിനെ എങ്ങനെയാണ്? ഡോ സ്ക്വയർ ഇ എക്സ് ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ ഇ എക്സ് എന്ന് എഴുതാമല്ലോ. ആണ് ഇക്വേഷൻ നമ്പർ 12. ഓക്കെ, ഇനി എന്താ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ ഡോ സ്ക്വയർ ടി എന്ന് പറയുന്നത് ഈ വാല്യൂ ആണെന്നറിയാമല്ലോ. അത് നമ്മുടെ ഇക്വേഷൻ 11 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് നമുക്ക് വരുന്നത് ഡോ സ്ക്വയർ ഇ എക്സ്
ഇതോടൊപ്പം ഡോ ഇസഡ് സ്ക്വയർ ഈക്വൽ ടു മ്യൂ 0 എപ്സിലോൺ 0 മൈനസ് ഒമേഗ സ്ക്വയർ ഇ എക്സ്. അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയേക്കുന്നതാണ്. ഇവിടെ കുറച്ചും കൂടെ നമുക്ക് എളുപ്പത്തിന് നിങ്ങളുടെ റീപ്ലേസ്മെൻറ്റ് ഡോ ബൈ ഡോ ഇസഡ് എന്ന് പറഞ്ഞാൽ ഡീന്ന് കൊടുക്കാം. അപ്പം ഡോ സ്ക്വയർ എന്ന് പറയുന്നത് ഡി സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ എഴുതുന്നത്? ഡി സ്ക്വയർ ഇസ് ഇ എക്സ് മൈനസ് ഒമേഗ സ്ക്വയർ മ്യൂ 0 എപ്സിലോൺ 0 ഇ എക്സ്. ക്ലിയറായോ? അപ്പോൾ ഇതൊരു നമ്മളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ മാതിരി വരത്തില്ലേ ഇ എക്സ്. അപ്പോൾ ഇത് എഴുതുന്നത് ഇപ്പുറത്തുള്ള ഒന്നിച്ച് എഴുതുന്നത് വരുന്നതാണ് ഡോ സ്ക്വയർ ഇ എക്സ് പ്ലസ് ഒമേഗ സ്ക്വയർ ഇ എക്സ്. ഇ എക്സ് കോമൺ ആയിട്ട് വരുന്നത് നമുക്കൊരു ഓക്സിലറി ഇക്വേഷൻ വരും. ഡോ സ്ക്വയർ ഒമേഗ സ്ക്വയർ മ്യൂ 0 എപ്സിലോൺ 0 ഇൻറ്റു ഇ എക്സ് ഈക്വൽ ടു 0. ഇതിനെ സോൾവ് ചെയ്യുന്നേരം നമ്മൾ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് വരുമല്ലോ, അതേപോലെ സോൾവ് ചെയ്യുന്നേരം പ്ലസ് 1 മൈനസ് ജെ ഒമേഗ റൂട്ട് മ്യൂ 0 എപ്സിലോൺ 0. ഈ ടേം എന്ന് പറയുന്നതാണ് നമ്മുടെ ബീറ്റ ഫേസ് ഷിഫ്റ്റ് കോൺസ്റ്റൻറ്റ്. ഫേസ് ഷിഫ്റ്റ് കോൺസ്റ്റൻറ്റ് നമ്മൾ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ അകത്ത് ഈ ബീറ്റ പഠിച്ചിട്ടുണ്ട്, ഫേസ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇ എക്സ് ഈക്വൽ ടു k1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ബീറ്റ പ്ലസ് k2 ഇൻറ്റു ഇ റേസ് ടു, ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഇവിടെ പ്ലസ് ജെ ബീറ്റ ഇസഡ്. ഓക്കെ, ഇത് എക്സ്പാൻഡ് ചെയ്ത് വെക്കും, ഞാൻ ഷോർട്ടാക്കി വെക്കുന്നു. ഇനി ഈ കെ എന്ന് പറയുന്നത് എന്താണ്? കെ എന്ന് പറയുന്നത് ഇ എം ജെ ഒമേഗ ടി. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്താണ്? ഇ റേസ് ടു ജെ ഒമേഗ ടി മൈനസ് ബീറ്റ ഇസഡ് വരും. ഇവിടെ വരുന്നേരം ഇ എം മൈനസ് ഇ റേസ് ടു ജെ ഒമേഗ ടി, ഇവിടെ മൈനസ് അവിടെ പ്ലസ്. അപ്പോൾ എന്താണ്? ഇ റേസ് ടു മൈനസ് ബ്രാക്കറ്റിൽ ജെ ഒമേഗ ടി മൈനസ് ബീറ്റ ഇസഡ്. ഇതാണ് ഇക്വേഷൻ, ഫേസർ ഇക്വേഷൻ. ഇതിൻ്റെ അകത്തുനിന്ന് ഇനി കറസ്പോണ്ടിങ് ഇത് റിയൽ പാർട്ട്, ഈ റിയൽ പാർട്ടിൻ്റെ വരുന്നേരം എക്സ്പാൻഡ് ചെയ്യുന്നേരം എന്താ? കോസ് അല്ലേ വരുന്നത്. ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. അപ്പോൾ അതിൻ്റെ റിയൽ പാർട്ട് എന്ന് എടുത്താൽ ഈ കോസ് കമ്പണൻ്റ് തീറ്റ എന്ന് പറഞ്ഞാൽ ജെ ഒമേഗ ടി മൈനസ് ബീറ്റ ഇസഡ്. അപ്പോൾ ഇ എം പ്ലസ് കോസ് ജെ ഒമേഗ ടി മൈനസ് ബീറ്റ ഇസഡ് പ്ലസ് ഇ എം മൈനസ് കോസ് ഒമേഗ ടി മൈനസ് ബീറ്റ ഇസഡ്. അതാണ് ഇതിൻ്റെ റിയൽ പാർട്ട്. ഇത് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ പോകുന്ന ഇലക്ട്രിക് ഫീൽഡ്, ഇത് മൈനസ് ഇസഡ് ഡയറക്ഷനിൽ പോകുന്ന ഇലക്ട്രിക് ഫീൽഡ്. സിമിലർലി എച്ചിൻ്റെ ഇക്വേഷൻ വരുന്നേരം എന്തായിരിക്കും? എച്ച് വൈ ഈക്വൽ ടു എച്ച് എം പ്ലസ് കോസ് ഒമേഗ ടി മൈനസ് ബീറ്റ ഇസഡ് പ്ലസ് എച്ച് എം മൈനസ് കോസ് ഒമേഗ ടി പ്ലസ് ബീറ്റ ഇസഡ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതിലും ഇത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലും ഇത് നെഗറ്റീവ് പോസിറ്റീവ് ഇസഡ് ഡയറക്ഷനിലും ഇത് പോസിറ്റീവ് നെഗറ്റീവ് ഇസഡ് ഡയറക്ഷനിൽ പോകുന്ന പ്രൊപ്പഗേഷൻ. ഇത്രയാണ് ഫേസർ വേവ് പ്രൊപ്പഗേഷൻ്റെ ഫേസർ ഫോം. ഓക്കെ, ഇനി അടുത്തത് ഫേസ് വെലോസിറ്റിയും ഗ്രൂപ്പ് വെലോസിറ്റിയും. ഈ വേവ് പോകുന്നേരം ഒരേ വെലോസിറ്റിയിലായിരിക്കത്തില്ല, ഓരോന്നും ഓരോ വെലോസിറ്റി ആയിരിക്കും. പക്ഷെ കോമൺ ആയിട്ട് ഒരു ഫേസിലായിരിക്കും പോകുന്നത്. ആ പറയുന്ന പേരാണ് ഫേസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ആ പറയുന്ന പേരാണ് ഫേസ് കോൺസ്റ്റൻറ്റ്. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ദ വെലോസിറ്റി വിത്ത് വിച്ച് കോൺസ്റ്റൻറ്റ് ഫേസ് പോയിൻ്റ് ട്രാവൽസ് ഈസ് കോൾഡ് ഫേസ് കോൺസ്റ്റൻറ്റ്. ഇത് ഷോർട്ട് ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ടുള്ള.
അപ്പോൾ ഇ ഈക്വൽ ടു നമ്മുടെ ഇ എം കോസ് ഒമേഗ ടി. അപ്പോൾ ഇതിലെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒമേഗ ബൈ ബീറ്റ. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഫേസ് എത്രയെന്ന് പറഞ്ഞാൽ ആംഗിൾ അല്ലേ നമുക്ക് ഫേസ്. ഈ ഇത് ഇക്വേറ്റ് ടു 0. അപ്പോൾ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഒമേഗ 0 ബൈ ബീറ്റ 0. അതാണ് ഫേസ് വെലോസിറ്റി. അപ്പോൾ നമുക്കത് ഇൻ ടേംസ് ഓഫ് ഫ്രീ സ്പേസിലാണെങ്കിൽ നമുക്കറിയാം വി പി ഈക്വൽ ടു 1 ബൈ മ്യൂ ഇൻറ്റു എപ്സിലോൺ. മ്യൂ 0 മ്യൂ ആർ ഇല്ല, എപ്സിലോൺ 0 ഇല്ല. അപ്പോൾ മിച്ചം എന്തായിരുന്നു? 1 ബൈ മ്യൂ 0 എപ്സിലോൺ 0. അതായിരുന്നു വെലോസിറ്റി ഓഫ് ലൈറ്റ്. ഇപ്പോൾ ഇതിൽ മീഡിയം ഉണ്ടെങ്കിൽ എന്തായിരിക്കും? അതിൻ്റെ കൂടെ മ്യൂ ആർ എപ്സിലോൺ 0 വരും. ഇത് സി ബൈ റൂട്ട് ഓഫ് മ്യൂ ആർ എപ്സിലോൺ ആർ. ഇത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഗ്രൂപ്പ് വെലോസിറ്റിക്കകത്ത് അതിൻ്റെ എത്രയാണ് ഫേസ് എന്ന് കണ്ടുപിടിക്കാൻ ഒരു ഗ്രൂപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കും. ഈ സെയിം തന്നെ ടി ഈക്വൽ ടു ഇ എം കോസ് ഒമേഗ ടി മൈനസ് ബീറ്റ ഇസഡ് തന്നെ. അതിൽ ഒമേഗ തന്നെ ഒമേഗ 1ഉം ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ വെലോസിറ്റി. അതിന് ഒമേഗ 1 എന്ന് പറഞ്ഞാൽ ഒരു 2 ഫ്രീക്വൻസി ഈക്വൽ ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ ഒമേഗ ഈക്വൽ ടു ഒമേഗ 0 പ്ലസ് ഡെൽറ്റ ഒമേഗയും, ഒമേഗ 2 എന്ന് പറഞ്ഞാൽ ഒമേഗ 0 മൈനസ് ഡെൽറ്റ ഒമേഗ. കറസ്പോണ്ടിങ് ബീറ്റയുടെ വാല്യൂ അതേപോലെ വരുന്നത് എന്താണ്? ബീറ്റ 0 പ്ലസ് ഡെൽറ്റ ബീറ്റ ഇത്. അപ്പോൾ ഈ 1 എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്താ? നമ്മുടെ ഒറിജിനൽ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കോസ് ഒമേഗ 1 അല്ലേ. അപ്പോൾ ഒമേഗ 1 എന്ന് പറഞ്ഞാൽ ഒമേഗ 0 പ്ലസ് ഡെൽറ്റ ഒമേഗ. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഒമേഗ 2ൻ്റെ വരുന്നത് കറസ്പോണ്ടിങ് റിസൾട്ടൻ്റ് പറഞ്ഞാൽ വരുന്നത് എന്താണ്? 2 കോസ് ഒമേഗ 0 ടി മൈനസ് ബീറ്റ എക്സ് കോസ് ഡെൽറ്റ ഇസഡ് മൈനസ് ഡെൽറ്റ ബീറ്റ എക്സ്. അതിൽ കോൺസ്റ്റൻറ്റ് ഫേസ് പോയിൻ്റ് കാണിക്കണമെങ്കിൽ നമുക്കറിയാം ഡി എക്സ് ബൈ ഡി ടി ഒമേഗ 0 ബൈ ഡെൽറ്റ ബീറ്റ 0. ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ആ ഡെൽറ്റ ഒമേഗ ബൈ ഡെൽറ്റ ബീറ്റ. ഓക്കെ, ഇത്രയുള്ള